എത്രയും പേരെ പൈസ സെറ്റിൽ ചെയ്യുക, ഒരു പ്രശ്നമില്ല. അല്ലെന്നുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് വന്ന തീരുമാനം. ഞങ്ങൾ ഇന്നലെ 7 മണി വരെ ഇവിടെ കാത്തു. കേന്ദ്രസേനയിൽ ഡ്രൈവർ ജോലി ഉൾപ്പെടെ നിരവധി തസ്തികകളിലേക്ക് ജോലി വാഗ്ദാനം നൽകി കൊല്ലം സ്വദേശിയായ ശില്പ തട്ടിയെടുത്തത് ലക്ഷങ്ങൾ. സൈനിക വിഭാഗത്തിൽ ഡ്രൈവർ, അധ്യാപക, ഫാർമസിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് യുവതി പണം തട്ടിയത്. പേരാണ് ശില്പയുടെ തട്ടിപ്പിനിരയായി 25,000 മുതൽ 60,000 രൂപ വരെ നൽകിയത്. പണം നൽകി നിയമന ഉത്തരവ് കാത്തിരുന്ന 4 പേർക്ക് വ്യാജ സീലും ലെറ്റർ പാഡും ഉപയോഗിച്ച് വ്യാജ നിയമന ഉത്തരവ് നൽകി. ഇത് ജെന്യുവനായിട്ടുള്ളൊരു കേസാണെന്ന് പുള്ളി ഈ നൌഷാദിനെ ബോധ്യപ്പെടുത്തി. നൌഷാദ് ആ പുള്ളിയുടെ അയൽവാസിയാണ്. ആ നൌഷാദാണ് ഇതിനകത്ത് ആദ്യം പൈസ അടയ്ക്കുന്നത്. നൌഷാദ് വഴി പിന്നെ ഓരോരുത്തരെ ബന്ധപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ 3-4 പേര് ഇതിനകത്ത് വന്നു. അതിനുശേഷം പല വഴിക്കുന്ന ആൾക്കാരിനകത്ത് ചേരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇതൊരു മണി ചെയിൻ മാതിരി എന്നുള്ളൊരു സംവിധാനത്തിലൂടെ പലരും പല രീതിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. ഈ വിഷയം വന്ന് അടിഞ്ഞുകൂടിയപ്പോഴാണ് 26ഓളം പേര് ഈ പൈസ ഇതിനകത്ത് അടച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇതിൽ സംശയം തോന്നിയവർ പോലീസിൽ പരാതിപ്പെട്ടതോടെ ശില്പയുടെ കള്ളി വെളിച്ചത്തായി. ശില്പയുടെ ഭർത്താവ് പള്ളിപ്പുറം CRPF ഉദ്യോഗസ്ഥനാണ്. തട്ടിപ്പിൽ ഭർത്താവിന് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്.